Assalamu alaikum warahmatullahi wabarakatuh. Hello, my dear students. How are you all? A very good morning to all of you. Have you had your breakfast today? Are you all fresh? Yes. Did you drink water today? Okay. Do you have a pencil in front of you? A book in front of you? Yes. What's this book? This is a computer book. So I am your computer teacher and my name is Safira. Okay? Hope to see you all after this COVID-19. Okay? I am eager to see you all, my dear children. Today we are going to learn about computers. We all love computers, isn't it? We all love computers. Every one of us use computers. No? Do you have computers at your home? എല്ലാവരുടെയും വീട്ടിൽ കമ്പ്യൂട്ടേഴ്സൊക്കെ വീട്ടിലുണ്ടോ? ചിലരുടെ വീട്ടിലൊക്കെ ഉണ്ടല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കമ്പ്യൂട്ടേഴ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടും ഉണ്ടാവും അല്ലേ? എല്ലാവരും കമ്പ്യൂട്ടേഴ്സ് കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കിന്ന് കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഫങ്ഷൻ ചെയ്യുന്നത് ആദ്യം നമുക്കത് പഠിക്കാം. ഓക്കെ? കമ്പ്യൂട്ടറിന് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കണം. കമ്പ്യൂട്ടറിന് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കണം. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഇതൊരു പുതിയ വാക്കാണ് അല്ലേ? ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ മിസ്സേ എന്ന് ചോദിക്കും നിങ്ങൾ അല്ലേ? ഇൻപുട്ട് ഈസ് വാട്ട് വി ഗീവ് ടു ദ കമ്പ്യൂട്ടർ. വാട്ട് വി ഗീവ് ടു ദ കമ്പ്യൂട്ടർ. ഇതൊരു കമ്പ്യൂട്ടറാണ്. വി ടൈപ്പ് വേർഡ്സ് ലൈക്ക് apple, ball, cat, anything. We type some words. Okay, we type some words in our keyboard. അത് ഇൻപുട്ട് ആണ്. ഇൻപുട്ട് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇങ്ങനെ. See, we type. Can you see? We type something on the keyboard. അതിനാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കമ്പ്യൂട്ടറിനകത്തോട്ട് കൊടുക്കുന്നതിൻ്റെ പേരെന്താണ്? ഇൻപുട്ട്. നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് കൊടുക്കുന്ന നമ്പേഴ്സ്, ലെറ്റേഴ്സ്, ഇതിൻ്റെയൊക്കെ പേരാണ് ഇൻപുട്ട്. INPUT, ഇൻപുട്ട്. വെരി ഗുഡ്. ഇനി ഈ ഇൻപുട്ടിന് നമ്മൾ കമ്പ്യൂട്ടർ ആലോചിക്കും. ഇപ്പം ഞാനൊരു ഇൻപുട്ട് കൊടുത്തു. മിസ് ഒരു ഇൻപുട്ട് കൊടുക്കൂ. എന്താണെന്ന് വെച്ചാൽ ആഡ് 2 നമ്പേഴ്സ്. കമ്പ്യൂട്ടറെ നിങ്ങൾ 2 നമ്പർ ഒന്ന് എനിക്ക് വേണ്ടി ആഡ് ചെയ്ത് തരാമോ കമ്പ്യൂട്ടറെ എന്ന് ചോദിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ എന്താ പറയും? കമ്പ്യൂട്ടർ ഒന്നും പറയില്ല. എന്നാലും കമ്പ്യൂട്ടർ എന്താ പറയും? ശരി, ഞാൻ ആഡ് ചെയ്ത് തരാം. നമ്പേഴ്സ് തരൂ. നമ്പേഴ്സ് എന്താണ്? ഇൻപുട്ടാണ്. നമ്പേഴ്സ് തരൂ എന്ന് പറയും. അപ്പോൾ നമ്പേഴ്സ് എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്? 5ഉം 3യും ആഡ് ചെയ്ത് താ കമ്പ്യൂട്ടറെ എന്ന് പറയും. 5ഉം 3യും. നിങ്ങൾക്ക് എല്ലാവർക്കും അഡീഷൻ അറിയാമല്ലോ. 5ഉം 3യും ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 5ഉം 3യും ആഡ് ചെയ്താൽ 8 കിട്ടും അല്ലേ? നമ്മൾ ആലോചിച്ചില്ലേ? 5 + 3 gives 8. അപ്പം നമുക്കറിയാം 5 + 3 8 ആണ്. കമ്പ്യൂട്ടറിന് അത് മനസ്സിലാവണ്ടേ? 5ഉം 3യും ആഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ അടുത്തത് എന്തോ ചെയ്യുമെന്നറിയാവോ? കമ്പ്യൂട്ടർ അതിനെ പ്രോസസ്സ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? കമ്പ്യൂട്ടർ പ്രോസസ് ദ ഇൻപുട്ട്. കമ്പ്യൂട്ടർ പ്രോസസ് ദ ഇൻപുട്ട്. പറ, എൻ്റെ കൂടെ പറ. ഇൻപുട്ടിനെ കമ്പ്യൂട്ടർ പ്രോസസ് ചെയ്യും. കമ്പ്യൂട്ടർ പ്രോസസ് ദ ഇൻപുട്ട്. വൺസ് മോർ. കമ്പ്യൂട്ടർ പ്രോസസ് ദ ഇൻപുട്ട്. വാട്ട് ആർ ദ ഇൻപുട്ട്സ് ഹിയർ? 5 and 3. What are the inputs here? 5 and 3. We should add them. അപ്പോൾ പ്രോസസ്സിങ്ങിൽ എന്താ നടക്കുന്നത്? ആഡ് ചെയ്യാൻ അല്ലേ? എക്സാമ്പിൾ അല്ലേ? ആഡ് ചെയ്യൽ പ്രോസസ്സിങ്ങിൽ നടക്കും. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ ആരാന്നറിയാവോ? കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിനാണ് ദാ ഈ ഇരിക്കുന്ന CPU. CPU ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിനാണ് ഈ CPU. നമ്മളുടെ ബ്രെയിൻ ആലോചിക്കത്തില്ലേ 5 + 3 എന്താണെന്ന്? നമ്മുടെ ബ്രെയിൻ അല്ലേ ആലോചിക്കുന്നത്. അവർ ബ്രെയിൻ തിങ്സ് ദാറ്റ് ഓക്കെ 5 and 3 is added, it gives to 8. No, likewise CPU also thinks. CPU thinks, adds 5 and 3. Okay? CPU ആണിത് തിങ്ക് ചെയ്യുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ്, ഇതിനെ നമുക്കിനി 8 ആയിട്ട് കിട്ടണം. ഇതുവരെയെങ്കിലും കിട്ടിയോ?
We didn't get the output, right? ഇൻപുട്ടിനൊരു ഔട്ട്പുട്ട് വേണ്ടേ? ഇൻപുട്ടിന് ഒരു ഔട്ട്പുട്ട് വേണ്ടേ? അതെ, ഔട്ട്പുട്ട് മിസ് എഴുതിയിട്ടുണ്ട്. ഔട്ട്പുട്ടും കിട്ടും. ഇൻപുട്ടിന് ഒരു ഔട്ട്പുട്ട് കിട്ടും. കണ്ടോ, നമ്മൾ പുതിയ വാക്കുകളാണ് ഇന്ന് പഠിക്കുന്നത്. ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ കമ്പ്യൂട്ടറിന് എന്തൊക്കെ ഉണ്ട്? ഔട്ട്പുട്ട് എന്താണ് മക്കളെ? 8 ആണ്. 5 + 3 ഇൻപുട്ടും എടുത്തു, അത് പ്രോസസ്സ് ചെയ്തു, ആഡ് എന്നിട്ട് ഔട്ട്പുട്ട് കിട്ടി. അതെന്താണ്? 8 ആണ്. ലെറ്റ്സ് റിപ്പീറ്റ്. We give an input to the computer. Repeat after me, okay? I will give you time. We give an input to the computer. Para, we give an input to the computer. Onnoda, we give an input to the computer. The inputs are 5 and 3. The inputs are 5 and 3. Very good. Then we process. Repeat after me. Then we process the inputs. Repeat after me. എനിക്ക് ശേഷം പറയണം കേട്ടോ, അതിനാണ് ഞാൻ റിപ്പീറ്റ് പറയുന്നത്. Then we process the input. Then we process the input. Inputs are 5 and 3 പറഞ്ഞു, അതിനുശേഷം പറഞ്ഞു then we process the input പറഞ്ഞു. Then we get the result, which is the output. Then we get the output. Para. Then we get the output. Then we get the output. Para. Then we get the output 8. ഒന്നുകൂടെ. Then we get the output 8. അപ്പം മിടുക്കികളായിട്ട് എല്ലാവരും എല്ലാം പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കൊന്നുകൂടെ മിസ് ബോർഡിൽ നോക്കാതെ, എല്ലാവരും ബുക്കിൽ നോക്കാതെ മിസ്സിൻ്റെ കൂടെ പറ എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്ന്. മിസ് ബോക്സിലിട്ടേക്കുന്ന എന്തൊക്കെയാണെന്ന് പറ. ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്. വെരി ഗുഡ്. ഇനി നമുക്ക് ഇൻപുട്ട് എന്താ ഞാൻ കൊടുത്തതെന്ന് പറ. 5 + 3 ആയിരുന്നു ഇൻപുട്ട്. അതിനെന്താ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടിയതെന്ന് പറ. 8 കിട്ടി. ഇനി നമുക്ക് ഈ 8 എവിടെ കാണും? ഈ കമ്പ്യൂട്ടറിൽ 8 എവിടെ കാണും? ഇവിടെ കാണും, മോണിറ്ററിൽ കാണും. അറിയാമല്ലോ മോണിറ്ററാന്ന്? അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് മോണിറ്റർ. നമ്മുടെ ഔട്ട്പുട്ട് എവിടെ കാണും? മോണിറ്ററിൽ കാണാം. അപ്പം നമുക്ക് 3 വാക്കുകൾ നമ്മൾ പഠിച്ചു. ഇന്ന് 3 ഫങ്ഷൻസ് പഠിച്ചു കമ്പ്യൂട്ടറിൻ്റെ. ആര് ചോദിച്ചാലും പറയണം. എവ്രി വൺ മസ്റ്റ് ലേൺ ദിസ്, ഓക്കെ? ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്, സെക്കൻഡ് സ്റ്റെപ്പ് പ്രോസസ്, തേർഡ് സ്റ്റെപ്പ് ഔട്ട്പുട്ട്. വെരി ഗുഡ്. മൈ ചിൽഡ്രൻ ആർ വെരി ബ്രില്യൻറ്റ് ചിൽഡ്രൻ. ഐ ലൈക്ക് യു ഓൾ. നൗ നമ്മുടെ ബുക്ക് കണ്ടോ നിങ്ങൾ? പയ്യെ നമുക്ക് കൊച്ചായിട്ട് നമ്മുടെ ചാപ്റ്ററിലോട്ട് കയറാം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്, അതിനാണ് മിസ് ഇത് പഠിപ്പിച്ചത് കേട്ടോ. കുഞ്ഞായിട്ട് ചാപ്റ്റർ പഠിച്ച് പോവാം. വളരെ രസകരമായിട്ടുള്ള കമ്പ്യൂട്ടർ ചാപ്റ്റേഴ്സാണ് നമുക്ക് ഇപ്രാവശ്യം ഉള്ളത് കേട്ടോ. വി ഹാവ് ടു ലേൺ അബൌട്ട് ചാപ്റ്റർ 1, ഡേറ്റ ആൻഡ് സ്റ്റോറേജ്. These are new words to you. I know that we will learn it in detail. Teacher will teach you everything about data and storage. Okay? കുച്ചായിട്ട് പഠിക്കാം. Okay, are you all ready? Get set, go. Data. What is data? Data. D-A-T-A. Data. ഇതെന്താണ്? ഡേറ്റ എന്താണ്? കേട്ടിട്ടുണ്ടോ? Guess. Some of you can guess what is data. Data is the input we give to the computer. ഇൻപുട്ട് കൊടുക്കുന്നതിനാണ് ഡേറ്റാസ് കൊടുക്കുന്നതെന്ന് പറയും. ഈ നമ്മൾ ഇൻപുട്ട് കൊടുത്തില്ലേ 5, 3 ഒക്കെ. What the input we gave 5, 3 etc. These numbers. ഈ നമ്പേഴ്സ് മാത്രമല്ല കേട്ടോ ഡേറ്റ. നമുക്ക് സിമ്പിൾസ് ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ഒരു സിമ്പിൾ കണ്ടിട്ടുണ്ടോ? അതൊരു ഡേറ്റയാവാം. നമ്പേഴ്സ് മാത്രമല്ല, സിമ്പിൾസും ഡേറ്റയാണ്. കോമ ഇതൊരു ഡേറ്റയാണ്. സെമി കോളൻ ഇതൊരു ഡേറ്റയാണ്. അപ്പോസ്ട്രോഫി കോട്ട്സ് ഇങ്ങനെ എഴുതുന്നതിനെ ഡബിൾ കോട്ട്സ് എന്ന് പറയും. അപ്പോസ്ട്രോഫി എസ്, അപ്പോസ്ട്രോഫി. ഇതൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? കോമ ഇട്ടാൽ തിരിഞ്ഞു പോകും.
ഞാൻ ഇങ്ങനെ വരയ്ക്കാം. ഉണ്ടാ ഉണ്ടാ അറ്റ് ദ റേറ്റ് ഓഫ്, ഇതൊരു സിമ്പിളാണ് കേട്ടോ, നമ്മുടെ കീബോർഡിലൊക്കെ കാണുന്ന ഒരു സിമ്പിളാണ്. അത് ഡേറ്റയാണ്. ഇറ്റ്സ് ഓൾസോ എ ഡേറ്റ. കോമ അങ്ങനെ അത് കൊടുത്താലും അതൊരു ഡേറ്റയാണ്, ഡേറ്റയുടെ ഭാഗമാണ്. ഓക്കെ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ഡേറ്റ. എന്ത് വേണമെങ്കിലും ഡേറ്റ കൊടുക്കാം. എനിവൺ, ഫാത്തിമ ഡേറ്റയാണ്. സേറ ഡേറ്റയാണ്. ഓക്കെ, ക്ലാസ് 4 എന്താണ്? ഇതൊക്കെ ഡേറ്റയാണ് അല്ലേ? LBM ആ സ്കൂൾ, ഇതും എന്താണ്? ഡേറ്റ. ദീസ് ആർ ഓൾ ഡേറ്റാസ്. അപ്പോൾ ഡേറ്റാസ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് symbols, letters, numbers. Yeah, datas are inputs we give into the computer. Okay, now you repeat after me. What is data എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? What is data എന്ന് ചോദിച്ചാൽ datas are പറയണം, എൻ്റെ പിറകിൽ പറയണം. Okay, after me you repeat. Datas are something we give as input to the computer. നമുക്കൊന്ന് എഴുതാം. ഡേറ്റാസ് ആർ, ഇവിടെയൊക്കെ നല്ല കാറ്റുണ്ടോ? ഇവിടെയൊക്കെ നല്ല കാറ്റുണ്ട്. ഡേറ്റാസ് അല്ലെങ്കിൽ ഡേറ്റ ഈസ് എന്ന് പറയാം. ഡേറ്റ ഈസ് സംതിങ് we give as inputs to the computer. If you want to drink water, please drink water. Don't irritate your mothers. Please drink some water and listen to the class. Okay, റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക, എന്നിട്ട് എക്സെയിൽ ചെയ്യുക. ഇൻഹെയിൽ, എക്സെയിൽ. ഡു യു നോ ഹൗ ടു ഇൻഹെയിൽ? ഇൻഹെയിൽ, എക്സ്ഹെയിൽ, ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഡെഫിനിഷൻ പഠിക്കാം. ഓക്കെ, റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഡേറ്റ ഈസ് something we give as inputs to the computer. Okay, data is something we give as inputs to the computer. Data is something we give as inputs to the computer. Data എല്ലാവരും പഠിച്ചോ? Data is something we give as inputs to the computer. എല്ലാവരും പഠിച്ചു. അപ്പം ടീച്ചറിനെ പറഞ്ഞ് കേൾപ്പിക്കോ? പഠിച്ചിട്ടൊക്കെ പയ്യെ പറഞ്ഞ് കേൾപ്പിക്കണം കേട്ടോ. ഡേറ്റ ഈസ് സംതിങ് വി ഗീവ് ആസ് ഇൻപുട്ട് ടു ദ കമ്പ്യൂട്ടർ. ഏതൊക്കെയായിരിക്കും ഡേറ്റ? ഡേറ്റ ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ലെറ്റേഴ്സ്, സിംബൽസ്, നമ്പേഴ്സ് അല്ലേ? ഡേറ്റ ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ലെറ്റേഴ്സ്, സിംബൽസ്, നമ്പേഴ്സ്. മാത്രമോ? പിക്ചേഴ്സ് വന്നൂടെ? നമുക്ക് പിക്ചേഴ്സ് ഇൻപുട്ടായിട്ട് കൊടുത്തൂടെ? തിങ്ക് അബൌട്ട് ഇറ്റ്. പിക്ചേഴ്സ് കൊടുത്തൂടെ? സൗണ്ട് കൊടുത്തൂടെ? ഇൻപുട്ടായിട്ട് എല്ലാം കൊടുക്കാം. സൗണ്ട് കൊടുക്കാം. സൗണ്ടിന് എന്താ പറയും? ഓഡിയോ. ഓഡിയോ, ഓഡിയോ കൊടുക്കാം. ഓഡിയോ, ഓഡിയോ എന്ന് കിട്ടും. ടീച്ചർ ഒന്ന് വായിക്കട്ടെ. ഓഡിയോ, ഓഡിയോ എന്ന് കേട്ടിട്ടുണ്ടോ? വീഡിയോ എന്ന് കേട്ടിട്ടുണ്ടോ? ആ, വീഡിയോ എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? ഓഡിയോ എന്നും ഒരു സാധനമുണ്ട്. ഓഡിയോ എന്തിനാണെന്നറിയാവോ? ഓഡിയോ എന്ന് പറഞ്ഞാൽ സൗണ്ടാണ് കേട്ടോ. സൗണ്ട്. ഓക്കെ, അറിഞ്ഞുകൊണ്ടാണ് സൗണ്ട്. ഇനി വീഡിയോസും ഉണ്ട് അല്ലേ? വീഡിയോ, VIDEO. മിസ്സിനെ എല്ലാവരും വീഡിയോ വഴിയല്ലേ കാണുന്നത്? മിസ്സിൻ്റെ ഓഡിയോ കേൾക്കുന്നുണ്ടോ? ലിസൺ, മനസ്സിലായോ? മിസ്സിൻ്റെ ഓഡിയോ നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ടോ? ഉണ്ട്. മിസ്സിൻ്റെ വീഡിയോ അല്ലേ എല്ലാവരും കാണുന്നത്? അതെ. ഈ ഡേറ്റയുടെ പ്രത്യേകത എന്തെന്നറിയാവോ? ഡേറ്റ ഈസ് സംതിങ് വിച്ച് ഈസ് നോട്ട് ഓർഗനൈസ്ഡ്. ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു അടുക്കും ചിട്ടയില്ലാതെ വെക്കുന്നതിനാണ്
നോട്ട് ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞത്. ഡേറ്റ നമ്മൾ കൊടുക്കുന്നത് അടുക്കും ചിട്ടയില്ലാതെ നമുക്ക് തോന്നിയത് പോലെയാണ്, ഒരു ടേബിൾ വരച്ചോ ഒന്നും അല്ല കൊടുക്കുന്നത്, വെറുതെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഡേറ്റ ഈസ് നോട്ട് ഓർഗനൈസ്ഡ്. ഓക്കെ, പക്ഷെ ഓർഗനൈസ്ഡ് ഒരു കാര്യമുണ്ട്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി അടുത്തത് ഒരു കാര്യമുണ്ട്. Next we are going to learn something which is organized. Next we are going to learn something which is organized. ഡേറ്റ അല്ലാതെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഫർമേഷൻ. Hope you can follow me. എവിടെ എഴുന്നേറ്റ് പോവരുത്, ടീച്ചറിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കണം. ഇല്ല, വളരെ ചെറുതായിട്ടാണ് മിസ് പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പം തീരും. ഡേറ്റ ഉണ്ട്, ഇൻഫർമേഷൻ ഉണ്ട്. ഇൻഫർമേഷൻ എന്താണ്? ഓർഗനൈസ്ഡ് ആണ്. ഡേറ്റ ഓർഗനൈസ്ഡ് അല്ല. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കാം. ഓക്കെ, സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഈസിലി. എക്സാമ്പിൾ ഫോർ ഡേറ്റ ഞാനിപ്പോൾ കൊടുക്കുന്ന 1. ഒരു പേര് പറ, ഇഷ്ടമുള്ള പേര് പറ. സൽമാൻ ഖാൻ്റെ പേര് തന്നെ ഇരിക്കട്ടെ അല്ലേ, സൽമാൻ ഖാൻ. ഓക്കെ, സൽമാൻ ഖാൻ എന്ന് ഒരു ഡേറ്റ. പുള്ളിക്ക് എത്ര വയസ്സുണ്ട്? സപ്പോസ് 55. ഞാൻ വെറുതെ എഴുതുവാണേ, കോമ ഇട്ട് എഴുതുകയാണേ. എന്നിട്ട് പുള്ളിയുടെ വീട് പുള്ളി ഇപ്പം നിൽക്കുന്നത് എവിടെയാണ്? ഇപ്പം സപ്പോസ് കൊൽക്കത്ത എന്ന് പറഞ്ഞ സ്ഥലത്താണ് പുള്ളി നിൽക്കുന്നത്. ഇതാണ് എൻ്റെ ഡേറ്റ. ഞാൻ എന്തെഴുതി? സൽമാൻ ഖാൻ ഒരാൾ, ഹീസ് എ മാൻ. ഓക്കെ, ഹീസ് സം 55 years old. ഓക്കെ, ആൻഡ് ഹീ ലിവ്സ് ഇൻ കൊൽക്കത്ത. സപ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാവോ? സപ്പോസ് എന്ന് പറഞ്ഞാൽ തിങ്ക് ദാറ്റ് ഹീ ഈസ് ദെയർ. ഇമാജിൻ ദാറ്റ് ഹീ ഈസ് ദെയർ ഇൻ കൊൽക്കത്ത. ഓക്കെ, എല്ലാവരും ഇമാജിൻ ചെയ്തു. സൽമാൻ ഖാൻ 55, കൊൽക്കത്ത. വേറൊരാൾ മുഹമ്മദ് 32. ഹി ലിവ്സ് ഇൻ ചെന്നൈ കേട്ടിട്ടുണ്ടോ? ചെന്നൈ. മുഹമ്മദ് 32, ചെന്നൈ. ഇത് നമ്മൾ ഡേറ്റ കൊടുത്തു. ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാണ്. ഇത് നമ്മൾ ഡേറ്റ കൊടുത്തതാണ്. ഇതിന് ഇൻഫർമേഷനായിട്ട് കിട്ടുമ്പോൾ എങ്ങനെ കിട്ടുമെന്നറിയാവോ? ഇതിന് ഇൻഫർമേഷനായിട്ട് കിട്ടുമ്പോൾ നല്ല അടുക്കും ചിട്ടയും ആയിട്ട് നല്ല ക്ലിയറായിട്ട് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും എഴുതുന്നത്. ഞാൻ ഒന്നും കൂടെ ആഡ് ചെയ്യാം. ഒരു ലേഡിയുടെ പേര് പറ. ആരെങ്കിലും റംല എൻ്റെ ക്ലാസ്സിലുണ്ടോ? ഏതെങ്കിലും റംല? ആരുടെങ്കിലും ഉമ്മയുടെ പേര് റംല എന്നുണ്ടോ? മൈ മദേഴ്സ് നെയിം ഈസ് റംല. സോ ഐ എം റൈറ്റിംഗ് ഹെർ നെയിം. She is 50 years old. Okay, example, and she lives in Kerala. See, this is data. ഇതിനെ ഞാൻ ഇൻഫർമേഷൻ ആക്കി മാറ്റുകയാണ്. അതിനെ ഞാൻ എന്തു ചെയ്യും? ആദ്യം ഓർഗനൈസേഷൻ അല്ലേ, അതല്ലേ ഇമ്പോർട്ടൻ്റ്. ഓർഗനൈസേഷൻ ആയിരിക്കും, നല്ല അടുക്കും ചിട്ടയിലും എഴുതണം. അപ്പം ഞാനൊരു ടേബിൾ വരച്ചിട്ട് ഫസ്റ്റ് കോളത്തിൽ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? 1 2 3 4 എന്ന് എഴുതുന്നതിനാണ് ആ സീരിയൽ നമ്പർ എന്ന് എഴുതുന്നത്. നെക്സ്റ്റ് നെയിം, നെക്സ്റ്റ് ഏജ്, നെക്സ്റ്റ് പ്ലേസ്. സി, ഇനി നമ്മൾ എഴുതുമ്പം ഇറ്റ് വിൽ ബി ഓർഗനൈസ്ഡ് ആൻഡ് ദിസ് ഈസ് കോൾഡ് ഇൻഫർമേഷൻ. അപ്പോൾ ഇൻഫർമേഷൻ നമുക്ക് ഫില്ലപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ തന്നെ പറ. ഫസ്റ്റിൽ എന്തോ എഴുതും? സീരിയൽ നമ്പറിൽ താഴെ എന്തോ എഴുതും? വാട്ട് വിൽ ബി റൈറ്റ് ആഫ്റ്റർ സീരിയൽ നമ്പർ? അണ്ടർ സീരിയൽ നമ്പർ 1. ഓക്കെ, അണ്ടർ സീരിയൽ നമ്പർ 1. നെയിം സൽമാൻ ഖാൻ. ഏജ് എന്തോ എഴുതും? വാട്ട്സ് ഹിസ് ഏജ്? 55. Where does he stay? എവിടെയാണ് താമസിക്കുന്നത്? കൊൽക്കത്ത അല്ലേ? അപ്പോൾ rest of this table can you fill rest of this table? You try. It's very easy. You try. Take your notebook. കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. സ്റ്റാർട്ടിങ്ങിൽ റൈറ്റ് ഡേറ്റ ആൻഡ് സ്റ്റോറേജ് ലെസൺ ചാപ്റ്റർ 1 ഡേറ്റ ആൻഡ് സ്റ്റോറേജ് എന്നൊക്കെ എഴുതിയിട്ട്
ഇതേപോലെ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, എന്നിട്ട് മിസ് പറഞ്ഞത് കണക്ക് ഇതാണ്ട് ഇത് എഴുതണം, ഡേറ്റ എന്ന് പറഞ്ഞിട്ട് ഇത് മൂന്നും എഴുതണം. എന്നിട്ട് എഴുതണം ഇൻഫർമേഷൻ. എന്നിട്ട് ഈ ടേബിൾ വരയ്ക്കണം. മനസ്സിലാവുന്നുണ്ടോ? ആഫ്റ്റർ ദാറ്റ് യു ഡ്രോ ദിസ് ടേബിൾ. ടീച്ചർ എഴുതിയേക്കുന്നതിനെ കണക്ക് തന്നെ എഴുതണം. അപ്പം 1 സൽമാൻ ഖാൻ, 55 കൊൽക്കത്ത. ബാക്കി രണ്ടും യു ഫിൽ ഇറ്റ് അപ്പ്. ഓക്കെ, യു ഫിൽ ഇറ്റ് അപ്പ്. ഇറ്റ്സ് വെരി ഈസി. ഡേറ്റ എന്താണെന്നും കൂടെ എഴുതിക്കൂടെ? ടീച്ചർ പറഞ്ഞില്ലേ ഡേറ്റ എന്താണെന്ന്, അതും കൂടെ എഴുതിക്കൂടെ? അപ്പം ഡേറ്റ എന്താണെന്ന് എഴുതണം. പിന്നെ ഇറ്റ്സ് ഹോംവർക്ക്. ഓക്കെ, ഡേറ്റ എന്താണെന്ന് എഴുതണം. പറ്റൂലേ? നമ്മൾ ഒരുമിച്ചല്ലേ പഠിച്ചത്? ആണ്. ഡേറ്റ താണ്ട് ഇത് മൂന്നും എഴുതണം. പിന്നെ ഇൻഫർമേഷനും ടേബിളും എഴുതണം. ഇന്നത്തേക്ക് നമുക്ക് ഈ ക്ലാസ് മതി കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ മിസ് കുറച്ചും കൂടെ നല്ല രസകരമായിട്ടുള്ള ക്ലാസ് ആയിരിക്കും. നമുക്ക് എന്തായാലും ടീച്ചർ ഹോംവർക്ക് തന്നു. ഐ ഗേവ് യു സം ഹോംവർക്ക് ഫോർ യു ടു ഡു. വളരെ പതിയെ ഇരുന്ന് പഠിച്ചാൽ മതി, ഒരു തിടുക്കവും ഇല്ല. ഓക്കെ, മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ മിസ്സിൻ്റെ അടുത്ത് പറയണം, മിസ് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ആരും ടെൻഷൻ ആവേണ്ട. കമ്പ്യൂട്ടർ ഇസ് എ വെരി ഈസി സബ്ജക്റ്റ്. നിങ്ങൾക്ക് ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളും കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നമുക്കതൊക്കെ നേരിട്ട് കാണുമ്പോഴും ഒക്കെ പഠിക്കാം കേട്ടോ. ഈ ടീച്ചറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഡിഡ് യു ലൈക്ക് മീ? കണ്ടോ, കളർഫുൾ സാധനങ്ങളൊക്കെ കണ്ടോ? നമുക്ക് ഇനി പഠിക്കാനുള്ളതാണ്, അടിപൊളി സാധനങ്ങളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് ഈ വർഷം ഉള്ളത്. ഈ ബുക്കിൽ പറയുന്നതായിരിക്കും നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും എല്ലാവരും ഹോംവർക്ക് ചെയ്യുക. ഓൾ ഓഫ് യു ഡു യുവർ ഹോംവർക്ക്. കീപ് പ്രേയിങ് ടു ഗോഡ് and keep smiling. Stay home, stay safe. Assalamu alaikum warahmatullahi wabarakatuh. Bye.